ഹായ് മക്കളെ, ഇന്ത്യയിലെ ഏറ്റവും മികച്ച സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ഒരു UG കോഴ്സിന് അഡ്മിഷൻ എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എഴുതേണ്ട ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനാണ് കുവൈറ്റ് അഥവാ കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാമിനേഷൻ. അപ്പോൾ നമ്മൾ നീറ്റ് എന്ന് പറയുന്ന പോലെ അല്ലെങ്കിൽ JEE എന്നൊക്കെ പറയുന്ന പോലെ അതിനൊപ്പം തന്നെ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട, അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു കോമ്പറ്റേറ്റീവ് എക്സാം കൂടിയാണ് കുവൈറ്റ് എന്ന് പറയുന്നത്. പലർക്കും അതറിയില്ല എന്നുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അതിനൊപ്പം തന്നെ നമുക്ക് പറയാവുന്നൊരു കോമ്പറ്റേറ്റീവ് എക്സാം തന്നെയാണ് കുവൈറ്റ് എന്ന് പറയുന്നത്. കാരണം ഇന്ത്യയിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ സാധാരണ നമ്മുടെ വീടിനടുത്തുള്ള ഒരു സാധാരണ കോളേജിൽ നമ്മൾ UG കോഴ്സ് ചെയ്യുന്നതിനേക്കാൾ ചിലപ്പോൾ അതേ കോഴ്സ് തന്നെ ആയിരിക്കും നമ്മൾ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു എക്സ്പോഷറും അതുപോലെ തന്നെ അവിടെ നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റീസും പ്ലേസ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ എപ്പോഴും മുൻപന്തിയിലാണെന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, അത് ഇതിനു മുമ്പ് നിങ്ങൾ ചിലപ്പോൾ വീഡിയോകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പഠിച്ച ആളുകളുടെ ടോക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തരം യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുക എന്നുള്ളതും അതുപോലെ തന്നെ കുവൈറ്റ് എക്സാം എഴുതുക എന്നുള്ളത്. സോ കുവൈറ്റിൻ്റെ അപ്ലിക്കേഷൻ നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നാളെ, അതായത് ജനുവരി 30 രാത്രി 11:50 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. മറ്റന്നാൾ, അതായത് ജനുവരി 31 രാത്രി 11:50 വരെ നിങ്ങൾക്ക് ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി സപ്പോസ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാവുന്ന എന്തെങ്കിലും കറക്ഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ളൊരു അവസരമാണ് NTA നൽകുന്നത് ഫെബ്രുവരി 2 മുതൽ ഫെബ്രുവരി 4 വരെ. അപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്ന സൈറ്റാണ് kuwait.nta.nic.in എന്ന് വരുന്ന വെബ്സൈറ്റ്. അപ്പോൾ ആ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും, ഫീ പേയ്മെൻറ്റ് നടത്തുക ചെയ്യാം. ഇതുവരെയായിട്ട് നിങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ഈ വർഷത്തെ ഞാൻ പറഞ്ഞല്ലോ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനുള്ള അവസാനത്തെ അവസരമാണ് ഈ വരാൻ പോകുന്ന 2 ദിവസങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ചാൻസ് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കി കളയാൻ പാടില്ല. വളരെ മികച്ചൊരു തീരുമാനമായിരിക്കും നിങ്ങൾ കുവൈറ്റ് എഴുതുക എന്നുള്ളത്. കുവൈറ്റിൻ്റെ സിലബസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നിലവിൽ കുവൈറ്റിൻ്റെ സിലബസ് നമ്മുടെ +2 ബോർഡ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ NCERT സിലബസ് തന്നെയാണ് കുവൈറ്റിൻ്റെ സിലബസ്. +1 ടോപ്പിക്സ് ഉണ്ടാവാറില്ല, +2 ആണ്. അപ്പോൾ കുറച്ചുകൂടി നിങ്ങൾക്ക് പരിചയമുള്ള ടോപ്പിക്സ് ആവും ഉണ്ടാവുക. അപ്പോൾ പ്രിപ്പറേഷനൊക്കെ കുറച്ചുകൂടി എളുപ്പമായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഈ ഒരു ചാൻസ് നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. കുവൈറ്റ് എക്സാമിൻ്റെ ഈ വർഷത്തെ അനൗൺസ് ചെയ്തിരിക്കുന്ന ഡേറ്റ് ആക്ച്വലി മെയ് 11 മുതൽ മെയ് 31 വരെയാണ്. അപ്പോൾ എക്സാം സിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾ അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ടിക്കറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നോട്ടിഫിക്കേഷനായിട്ട് ഇനിയുള്ള ദിവസങ്ങൾ വന്നുകൊണ്ടിരിക്കും. സോ ഈ ഒരു അവസരം നിങ്ങൾ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല. ഓൾ ദി ബെസ്റ്റ്.